ഇന്ന് വാവാണല്ലോ. ഞാൻ രാവിലെ എഴുന്നേറ്റപ്പോൾ മഴച്ചാറ്റ ഉണ്ടായിരുന്നു. ഞാൻ നോക്കുമ്പോൾ റോക്കിക്കുട്ടൻ കാറിൻ്റെ ബാക്കിലേക്ക് വന്ന് കിടക്കുകയാണ്. നല്ല കുട്ടിയായിട്ട് കിടക്കുകയാണ്. ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ഡലിയും ചമ്മന്തിയും ആയിരുന്നു. അപ്പോൾ ഇഡ്ഡലി ചമ്മന്തിയൊക്കെ ഞാൻ തയ്യാറാക്കി വെച്ചു. ഇന്നലെ തന്നെ ഞാൻ മാങ്ങ അച്ചാറും നാരങ്ങ അച്ചാറും ഇട്ടിട്ടുണ്ടായിരുന്നേ. എന്നിട്ട് ഇഞ്ചി അച്ചാറിന് വേണ്ടിയിട്ട് ഇഞ്ചി വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് രാവിലെ ഇഞ്ചി അച്ചാർ തയ്യാറാക്കി, ബാക്കി കറികളൊക്കെ തയ്യാറാക്കി, ചോറ് ഒക്കെ തയ്യാറാക്കി. അപ്പോൾ വാവിൻ്റെ അന്ന് നമുക്ക് കാക്കയ്ക്ക് കൊടുക്കണമല്ലോ. അപ്പോൾ എൻ്റെ അച്ഛനെ മനസ്സിൽ വിചാരിച്ചിട്ട് ഞാൻ അച്ഛന് വേണ്ടിയിട്ട് ചോറൊക്കെ എടുക്കുകയാണ്. അച്ഛനും പിന്നെ കുറച്ച് കൂടെ എൻ്റെ അമ്മൂമ്മമാരൊക്കെ ഉണ്ട്. എന്നാലും പ്രധാനമായിട്ട് എൻ്റെ അച്ഛനാണ് എൻ്റെ മനസ്സിലുള്ളത്. അപ്പോൾ ചോറെടുത്തു, പിന്നെ അവിയലുണ്ടായിരുന്നു, നാരങ്ങ അച്ചാർ, മാങ്ങ അച്ചാർ, ഇഞ്ചി, പരിപ്പ്, കിച്ചടി ഒക്കെ ഉണ്ടായിരുന്നു, മോര് കറി ഉണ്ടായിരുന്നു. എല്ലാം കുറേശ്ശെ കുറേശ്ശെ വെച്ചിട്ടുണ്ടായിരുന്നു. സാമ്പാറും വെച്ചു. സാമ്പാർ കുറേശ്ശെയാണ്, വളരെ കുറച്ച് സാമ്പാറാണ് ഞാൻ വെച്ചത്. പപ്പടം വെച്ചു. അപ്പോൾ ജോലികളൊക്കെ കഴിഞ്ഞപ്പോൾ ഏകദേശം 1 മണിയായി. 1 മണിയായപ്പോഴേക്ക് ഞാൻ കുളിച്ചിട്ട് വന്നിട്ട് ചോറൊക്കെ എടുത്തു. എന്നിട്ട് കാക്കയ്ക്ക് വേണ്ടിയിട്ട് മുകളിലാണ്, ടെറസിൻ്റെ മുകളിൽ കാക്ക വരുമെന്ന് എനിക്ക് അറിയാം. അപ്പോൾ ഞാൻ അവിടെ ചോറ് കൊണ്ടുവച്ചു. പുറത്താണെങ്കിൽ ചെറുതായിട്ട് മഴച്ചാറ്റയുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും മുകളിൽ കൊണ്ടുവയ്ക്കാം, മുകളിലാകുമ്പോൾ ഷീറ്റ് ഇട്ടിട്ടുണ്ടല്ലോ. ചോറും എടുത്ത് മുകളിലേക്ക് പോയി. പാറുവാണ് എൻ്റെ ബാക്ക് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ മുകളിൽ വന്നപ്പോൾ മുകളിൽ നമ്മുടെ ടെറസിൻ്റെ ചുറ്റിനും കൈവരി കെട്ടിയിട്ടുണ്ടല്ലോ. അപ്പോൾ ആ കൈവരിയിൽ ചോറ് കൊണ്ട് വെച്ചു. അപ്പോൾ കാക്ക എന്തായാലും വരുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. കാരണം ഇവിടെ സാധാരണ വന്നിരിക്കാറുണ്ട് പക്ഷികളൊക്കെ. അപ്പോൾ കാക്കയ്ക്ക് ചോറ് കൊടുത്തിട്ട് ഞാൻ താഴെ പോയിട്ട് കുറച്ച് നേരം കഴിഞ്ഞ് ഞാൻ പിള്ളേർക്ക് ചോറ് കൊടുത്തിട്ട് അച്ഛനും അമ്മയും ചോറ് കഴിച്ചു. എന്നിട്ട് ഞാൻ തിരിച്ച് മുകളിൽ വന്ന് നോക്കി കാക്ക വന്നോ എന്നറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ നോക്കുമ്പോൾ ഒരു ബലിക്കാക്ക ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഒറ്റയ്ക്കേ ഉള്ളൂ. അപ്പോൾ അതിനൊരു പേടിയുണ്ട്. ആദ്യം കഴിക്കണമെന്നുണ്ട്, എന്നാലൊരു പേടിയുണ്ട് ചെറുതായിട്ട്. ഇലയൊക്കെ കൊത്തി വലിച്ചിട്ടൊക്കെ നോക്കുന്നത്. എന്നിട്ട് ഞാൻ പിന്നെ വിചാരിച്ചു അവിടെ നിന്നാൽ ചിലപ്പോൾ കഴിച്ചില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാൻ തിരിച്ച് താഴെ വന്നു. എന്നിട്ട് ഞാനും ചോറ് കഴിക്കാനായിട്ടൊക്കെ ഇരുന്നു. അപ്പോൾ ഇന്നത്തെ കർക്കിടക വാവിൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.